സുദർശനം, സദ്ദർശനം. എല്ലാത്തിലും ഒരു നന്മ കാണാനുള്ള ആറ്റിറ്റ്യൂഡ് ഭഗവാൻ തരും. ശരണമയ്യപ്പ. അപ്പം നമുക്ക് മഹാവിഷ്ണുവിൻ്റെ പുറകെ പോവാം, മഹാവിഷ്ണുവിനെ ഉപാസന ചെയ്യാം. എന്താണ്? ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ യോഗമൈശ്വര്യം. ഭഗവത്ഗീതയിൽ നമ്മൾ പഠിച്ചില്ലേ? അർജുനന് കൊടുത്ത എന്താണ്? ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ യോഗ മൈശ്വര്യം. ഐശ്വര്യത്തെ കാണാനുള്ള, എൻ്റെ ഐശ്വര്യത്തെ കാണാനുള്ള, നന്മ കാണാനുള്ള ഒരു കണ്ണ് തരും. ഭഗവാനെ എനിക്കത് തരൂ. ഭഗവാൻ എനിക്കത് ജനിച്ചപ്പോൾ തന്നെ തന്നതുകൊണ്ടാണ്. ഭഗവാന്റെ ഐശ്വര്യം എനിക്ക് കാണാനും നിങ്ങളോട് ഭഗവാന്റെ പ്രേമസ്വരൂപത്തിൻ്റെ, പ്രേമത്തിൻ്റെ അനന്താനന്ദമായ ബോധസ്വരൂപം കാണാനും കേട്ടറിയാനും അനുഭവിക്കാനും അനുഭവിച്ചത് നിങ്ങളോട് ഷെയർ ചെയ്യാനും സാധിച്ചത്. ഇതാണ് സുദർശനം, സദ്ദർശനം. എന്താ തിരുമേനി ഇതുകൊണ്ട് ഗുണം? ഗുണം ഇത്രയേ ഉള്ളൂ. എൻ്റെ ഭാര്യ ലോകത്തിലെ വിശ്വസുന്ദരിയാണെന്ന് എൻ്റെ മനസ്സിന് ഒരു ഭ്രമമുണ്ടാകും. ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി എൻ്റെ അമ്മയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ആ സുന്ദരിയുടെ മകനാണ് ഈ സുന്ദരൻ എന്ന് തിരിച്ചറിയും. ലോകത്തിലെ ഏറ്റവും നല്ല ചൈതന്യം മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ശ്രീമദ് ഭഗവത്ഗീത ആചാര്യനുമായ ശംഭുവാദ്യാരാണ് എൻ്റെ അച്ഛൻ എന്നെനിക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ മകള് അവളാണ് ഏറ്റവും സുന്ദരി. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും കർമ്മം കൊണ്ടും അവളിലെ സൗന്ദര്യം എനിക്ക് കാണാൻ സാധിക്കും. പിന്നെ എൻ്റെ മകനാണ് വിശ്വസുന്ദരനെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും. പിന്നെ നിങ്ങൾ ഓരോ വ്യക്തികളിലുള്ള സൗന്ദര്യം കാണാനും ആസ്വദിക്കാനും സുന്ദരി സുന്ദരന്മാരുമായി എനിക്ക് അസോസിയേറ്റ് ചെയ്യാനും സാധിക്കും. ഇതാണ് മഹാവിഷ്ണുവിൻ്റെ കയ്യിലുള്ള എന്ത്? സുദർശനം.